മുഖ്യമന്ത്രിയുടെ CMDRFിലേക്ക് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ MLA എന്ന വേതനം നൽകാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കോലിന് മുന്നിൽ KPCC പ്രസിഡന്റായിട്ടുള്ള ഗിർ സുധാകരൻ UK സന്ദർശനം കഴിഞ്ഞ് നേരെ ദുരന്തബാധിത മേഖലയിലേക്ക് വന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് മാസശമ്പളം ആരും കൊടുക്കേണ്ട കാര്യമില്ല. ചെന്നിത്തല പണം നൽകേണ്ടത് കോൺഗ്രസിൻ്റെ വഴിയാണ്. KPCC പ്രസിഡന്റാണ് ഈ വാചകം പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു CMDRFിലേക്ക് പണം സംഭാവന ചെയ്യണമെന്ന്. മുൻ KPCC പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ VM സുധീരൻ അദ്ദേഹം ഒരു മാസത്തെ പെൻഷൻ മുഖ്യമന്ത്രിയുടെ CMDRFിലേക്ക് സംഭാവന ചെയ്തു. MM ഹസൻ UDF കൺവീനറാണ്, അദ്ദേഹം സംഭാവന ചെയ്തു. പക്ഷേ രമേശ് ചെന്നിത്തല കൊടുത്ത സംഭവത്തെ ഏഷ്യാനെറ്റ് ന്യൂസിന് മുന്നിൽ ഇങ്ങനെ ആക്ഷേപിച്ച സുധാകരൻ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണോ പണം കൊടുക്കുന്നത്? സംഘപരിവാറുകാർ പ്രചരിപ്പിക്കുന്ന അതേ ശബ്ദത്തിൽ സുധാകരൻ പറഞ്ഞ വാചകത്തിന് പക്ഷേ മുഖ്യമന്ത്രി ആ നിലവാരത്തിലല്ല എന്ന് തെളിയിക്കുന്നതാണ്. ഈ ചോദ്യം നേരെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വന്നു. മറുപടി ഒന്ന് കേട്ടെ. ഇടതുപക്ഷത്തിൻ്റെ അത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞായിരിക്കും. എല്ലാവരും ഇപ്പോൾ ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളും ഇതുമായി സഹകരിക്കുന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആവർത്തിച്ച് പറഞ്ഞതുപോലെ, അതിൽ നമ്മൾ കേന്ദ്രീകരിക്കുക. ഏതെങ്കിലും ചെറിയ ശബ്ദങ്ങൾ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനമെന്ന് നമ്മൾ കാണണ്ട. പൊതുവെ എല്ലാവരും ആരോഗ്യകരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒന്നിച്ച് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റതെന്തോ എന്തെങ്കിലും എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറഞ്ഞതായിരിക്കും എന്ന് മാത്രമേ കാണൂ. കേട്ടില്ലേ? അത്തരം ചെറിയ ശബ്ദങ്ങൾ അവഗണിക്കുക, ഇഗ്നോർ ഇറ്റ് എന്നുള്ള ശൈലി ചിലരായിരിക്കും. പക്ഷേ ഭൂരിപക്ഷം പേരും അതിന് അനുഭാവപൂർവമായ ഇടപെടലാണ് നടത്തുന്നത്. ആ അനുഭാവപൂർവമായ ഇടപെടലിനെ നമ്മൾ ചെവി കൊടുത്താൽ മതി, മറ്റതൊന്നും നമ്മൾ ചെവി കൊടുക്കണ്ടെന്നേ. അത് ചില ആൾക്കാർ അതൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അത് കാര്യമാക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ആരാണ് ഉന്നത നിലവാരത്തിൽ മറുപടി പറയുന്നത്? ഇതേ രീതിയിൽ വേണമെങ്കിൽ മറുപടി പറയാൻ പിണറായിക്ക് അറിയാഞ്ഞിട്ടാ, അല്ലെങ്കിൽ അതിനുള്ള ശേഷിയില്ലാഞ്ഞിട്ടാ? പക്ഷേ അതിനുള്ള സമയവും സന്ദർഭവുമല്ല. ഇപ്പോൾ ആവലാതികൾ പരിഹരിക്കുക, ആ മനുഷ്യരുടെ ആശങ്കകൾ തീർക്കുക, ദുരന്തത്തിൽ പെട്ടുപോയവരെ അതിൽ നിന്ന് മുക്തരാക്കുക. ഭരണാധികാരി എന്നുള്ള നിലയ്ക്കും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്തം അതാണ്. അതിൽ നിന്ന് വ്യതിചലിക്കാൻ താൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ വ്യക്തികളെ കൂടി അതിൽ നിന്ന് നമുക്ക് വേർതിരിച്ച് കാണാവുന്നതാണ്. ഈ സുധാകരൻ സൂപ്പറാണ്, പക്ഷേ പിണറായി വിജയൻ മോശമാണ്. ഇങ്ങനെയൊക്കെ പറയുന്നവർക്കേ ഇവിടെ ജയ് വിളിക്കാൻ ആളുള്ളൂ, പുകഴ്ത്താൻ ആളുള്ളൂ. ശരിയുടെ പക്ഷത്തും ശരിയായ രീതിയിൽ സഞ്ചരിക്കുന്നവരെല്ലാം മോശക്കാരാണ്. അതാണ് ഈ സമൂഹത്തിലെ ക്ഷുദ്രജീവികളായിട്ടുള്ള പല ഫാൻസുകാരും. എന്ത് മോശമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്കും നല്ല ഫാൻസ് കാണും. ശരിയായ പാതയിലൂടെ ആരോപണങ്ങൾ മാത്രം ഉയർത്തിവിട്ട് അത് വെച്ചുകൊണ്ട് ആക്ഷേപം ഉന്നയിച്ച് അവരെ മോശക്കാരാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വ്യക്തിയെ അഡ്രസ്സ് ചെയ്യുന്നത് അവരുടെ പ്രതികരണം തന്നെയാണ്. ഇന്നത്തെ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിലും അത് പിണറായി വിജയൻ വളരെ വ്യക്തമായി തെളിയിച്ചിരിക്കുകയാണ്.